welcome back to Xylem Learning. Here is your man behind your success. It's me, Ashik sir. Just blast it. So, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടുവേർഡ്സ് ഈക്വാലിറ്റി തുല്യതയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാംസിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോകുന്നത് ഇന്ന് സാർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ അതിന് മുമ്പ് സാർ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. ക്ലാസ് 5 പഠിക്കുന്ന അല്ലെ 5th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന എല്ലാ മക്കൾക്കും എന്താണ് അടിപൊളിയായിട്ടുള്ള ഒരു റിവിഷൻ ബാച്ച് ഇപ്പോൾ കറന്റ് ഓൺ ഗോയിങ് ആണ്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെറും 849 rupees നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഇതെന്താണ് കേരളത്തിലെ മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ടീച്ചേഴ്സിന്റെ ലൈവ് ആൻഡ് റെക്കോർഡ് സെഷൻസും വിവേക്ക് സെഷൻസും ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് എല്ലാം കിട്ടുന്ന ബാച്ചാണ്. സോ മക്കൾ എന്ത് ചെയ്യാം, പെട്ടെന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഏതാണ് ക്വസ്റ്റ്യൻ? ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യൽ ഇനീക്വാലിറ്റി ആൻഡ് എക്കണോമിക് ഇനീക്വാലിറ്റി. ഓക്കെ, എന്താണ് സാമൂഹിക അസമത്വവും സാമ്പത്തിക അസമത്വവും തമ്മിൽ വേർതിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ എന്താണ് ഈ സോഷ്യൽ ഇനീക്വാലിറ്റി, സാമൂഹിക അസമത്വം എന്ന് വെച്ചാൽ സമൂഹത്തിലെ അസമമായ സാമൂഹിക പദവിയും അവസരങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക സാമൂഹിക അസമത്വം എന്ന് പറയുക. എന്ന് വെച്ചാൽ എല്ലാ ആളുകൾക്കും ഒരേ പദവിയാണോ? അല്ല. എല്ലാ ആളുകൾക്കും ഒരേ അവസരങ്ങൾ കിട്ടുന്നുണ്ടോ? ഇല്ല. അൺഈക്വൽ ആയിട്ടുള്ള സോഷ്യൽ സ്റ്റാറ്റസും ഓപ്പർച്യൂണിറ്റീസും ആണ് നമ്മുടെ സൊസൈറ്റിയിലുള്ളത് അല്ലെ. ചില ആൾക്കാർക്കൊക്കെ ഭയങ്കര സ്റ്റാറ്റസ് ഉണ്ട്, ഒരുപാട് അവസരങ്ങൾ കിട്ടും. റിച്ച് പീപ്പിൾ അല്ലെ, വലിയ ക്യാഷുകാർക്കൊക്കെ വലിയ അവസരം കിട്ടും. ബട്ട് എന്താണ്, നമുക്ക് വലിയ അവസരം കിട്ടില്ല. പിന്നെ ഇപ്പോൾ സമൂഹത്തിൽ ചില വിഭാഗത്തിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും, കുറച്ച് ഉയർന്ന പരിഗണനയൊക്കെ കിട്ടും. ഓക്കെ, സോ അത് ഏതിനെയൊക്കെ ബേസ് ചെയ്താവാം? കാസ്റ്റിനെ ബേസ് ചെയ്ത് അല്ലെ, കാസ്റ്റ് ജാതിയെ ബേസ് ചെയ്താവാം, ജെൻഡർ ആണ് പെണ്ണെന്നുള്ള വേർതിരിവുണ്ടാവാം, പിന്നെ റിലീജിയൻ ആവാം, മതത്തിന്റെ പേരിലാവാം, റേസ് ആവാം, ഓർ ആൻഡ് സോഷ്യൽ ക്ലാസിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ എന്തുണ്ട്, ഒരുപാട് വേർതിരിവുകൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അതിനെയാണ് നമ്മൾ എന്താ പറയാ സോഷ്യൽ ഇനീക്വാലിറ്റി, സാമൂഹിക അസമത്വം എന്ന് പറയും. ഓക്കെ, ഇത് എന്തിനെയൊക്കെ അഫക്റ്റ് ചെയ്യും മക്കളെ? ജനങ്ങളുടെ റെസ്പെക്റ്റിനെ, ബഹുമാനത്തെ അഫക്റ്റ് ചെയ്യും, പിന്നെ ഡിഗ്നിറ്റി, അന്തസ്സിനെ അഫക്റ്റ് ചെയ്യും, പിന്നെ സോഷ്യൽ റൈറ്റ്സ് ഓഫ് പീപ്പിൾ, ജനങ്ങളുടെ സാമൂഹികമായിട്ടുള്ള അവകാശങ്ങളെയൊക്കെ ഇത് അഫക്റ്റ് ചെയ്യത്തില്ലേ? ഉറപ്പായിട്ടും ചെയ്യും. യെസ്. സോ അതിന്റെ എക്സാമ്പിൾ ആകുന്നത് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ജാതി വിവേചനമുണ്ട്, ജെൻഡർ ഇനീക്വാലിറ്റി അഥവാ ലിംഗ അസമത്വമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് എക്കണോമിക് ഇനീക്വാലിറ്റി നോക്കിയാലോ. യെസ്, സോഷ്യൽ ഈക്വാലിറ്റി ക്ലിയർ ആണല്ലോ, ഇനീക്വാലിറ്റി ക്ലിയർ ആണല്ലോ. യെസ്. സോ എന്താണ് എക്കണോമിക് ഇനീക്വാലിറ്റി? ഇറ്റ് മീൻസ് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, വെൽത്ത് ആൻഡ് പ്രോപ്പർട്ടി. വരുമാനം, സമ്പത്ത്, സ്വത്ത് എന്നിവയുടെ അസമമായിട്ടുള്ള വിതരണം അല്ലെ. എല്ലാ ആളുകൾക്കും ഒരേപോലെയാണോ ക്യാഷ്? അല്ല. അംബാനിക്കുള്ള അത്ര ക്യാഷ് നമ്മുടെ കയ്യിലുണ്ടോ? ഇല്ല. അംബാനി ക്യാഷ്, റിച്ച് പീപ്പിൾ അല്ലെ, നമ്മളെന്താണ് സാധാരണക്കാർ അല്ലെ. അപ്പോൾ ഈ ക്യാഷിന്റെ ഒക്കെ കാര്യത്തിലുള്ള മെയിനുള്ള ഡിഫറൻസിനാണ് എന്ത് പറയാ സാമ്പത്തിക അസമത്വം എന്ന് പറയാം. ഓക്കെ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഏണിങ്സ് അല്ലെ, വരുമാനം, ആസ്തികൾ, തൊഴിലവസരങ്ങൾ, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്തുണ്ടാകുക ഈ ഒരു എക്കണോമിക് ഇനീക്വാലിറ്റി ഉണ്ടാവുക അല്ലെ. ഏണിങ്സ്, അസറ്റ്സ്, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിനൊക്കെ. ഇപ്പൊ ചില ആൾക്കാർക്ക് എന്താണ്, അവർക്ക് ജോലി ചെയ്തിട്ടുള്ള ക്യാഷും കിട്ടും, പിന്നെ കുറേ പറമ്പും ഉണ്ടാവും അല്ലെ. പറമ്പിൽ നിന്ന് അടക്കയും വാങ്ങിയൊക്കെ വിറ്റുള്ള ക്യാഷും കിട്ടും അല്ലെ. അങ്ങനെ ഒരുപാട് അസറ്റ് ഉണ്ടാവും, അപ്പോൾ അവർ റിച്ച് ആയിരിക്കും. യെസ്. സോ അതിന് മെയിൻ എക്സാം. സോ അത് എന്തിനൊക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ജീവിത നിലവാരത്തെയും നമ്മുടെ വാങ്ങൽ ശേഷി. എന്ന് വെച്ചാൽ ക്യാഷ് കൂടുതലുള്ളവന് BMW വാങ്ങാം, ക്യാഷ് കുറവുള്ളവന് ആൾട്ടോ കാറേ വാങ്ങാൻ പറ്റും അല്ലേ. യെസ്. എക്സാമ്പിൾ ആണ് എന്ത്, റിച്ച് പുവർ ഗ്യാപ്പ് അല്ലെ. പാവപ്പെട്ടവരും സമ്പന്നനും തമ്മിലുള്ള അന്തരമുണ്ട്. പിന്നെ അതേപോലെ തന്നെ എന്താണ് അൺഈക്വൽ വേജസ്, അസമമായിട്ടുള്ള വേതനങ്ങൾ അല്ലെ. ചില ആൾക്കാർക്ക് എന്തായിരിക്കും വളരെയധികം പൈസ കിട്ടും, വേജ് കൂടുതലായിരിക്കും അല്ലെ. ചില ബംഗാളികൾക്കൊക്കെ മന്ത്ലി അല്ല മീൻസ് ഡെയിലി എന്താണ് 1000 രൂപ കിട്ടുന്ന ആളുണ്ടാവും അല്ലെ. നമ്മൾ ചിലപ്പോൾ ഒരു 500 ഏൺ ചെയ്യുന്ന ആളായിരിക്കും. അങ്ങനത്തെ ഡിഫറൻസ് ഉണ്ടാവില്ലേ. അതാണ് ബേസിക്കലി എന്താ എക്കണോമിക് ഇനീക്വാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സോഷ്യൽ ഇനീക്വാലിറ്റി ആൻഡ് എക്കണോമിക് ഇനീക്വാലിറ്റി ഒക്കെ ക്ലിയർ ആണല്ലോ. സോ ദാറ്റ്സ് ഇറ്റ്. സോ യുവർ സെഷൻ ഈസ് ഓവർ, ബട്ട് the roar of learning never ends. This is your man Ashik sir, just signing off. Thank you. Bye.